നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരുത്തുറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുഖം ഇപ്പോൾ കേരളം കാണുന്നു. പി വിജയൻ IPS. CPMൻ്റെ മൂട് താങ്ങാൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മുട്ടുതിരുമാൻ കൂസാക്കാത്തതിൻ്റെ പേരിൽ നിരന്തരം അദ്ദേഹത്തെ അപമാനിച്ചു ആ പാർട്ടിയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും. പ്രധാന സ്ഥാനങ്ങളിലൊന്നും ഇരിപ്പിടം നൽകാതെയുള്ള സർക്കാരിൻ്റെ അകറ്റി നിർത്തൽ, രഹസ്യവിവരം ചോർത്തിയെന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പീഡിപ്പിച്ചു. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന വ്യാജ ആരോപണമുയർത്തി നിരവധി പരീക്ഷണങ്ങളായിരുന്നു ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇടതുപക്ഷ ഭരണത്തിൽ നേരിടേണ്ടി വന്നത്. ഒടുവിൽ എല്ലാ ആരോപണങ്ങൾക്കുമുള്ള ഒറ്റ മറുപടിയായിരുന്നു രാഷ്ട്രപതിയുടെ മെഡൽ. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് IG ആയിരിക്കെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ അന്വേഷണ വിവരം ചോർത്തി എന്ന പേരിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. 2023 മെയ് 18 വിജയനെ സസ്പെൻഡ് ചെയ്തു. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു P വിജയനെതിരെയുള്ള നടപടി. ചീഫ് സെക്രട്ടറി 2 വട്ടം അനുകൂല റിപ്പോർട്ട് നൽകിയെങ്കിലും 6 മാസമെടുത്തു അദ്ദേഹത്തിനെതിരെയുള്ള സസ്പെൻഷൻ പിൻവലിക്കാൻ. ADGP-ആയി പിന്നീട് സ്ഥാനക്കയറ്റം നൽകിയപ്പോഴും പോലീസ് അക്കാദമി ഡയറക്ടറാക്കി ഒതുക്കി. സസ്പെൻഷൻ നടപടിക്ക് വിധേയനായ വ്യക്തി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയെന്നത് മധുരമേറുന്ന നേട്ടമാണ്. അതെ, P വിജയൻ അഗ്നിയിൽ കുരുത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ്. 10ാം ക്ലാസ്സിൽ തോറ്റ് പഠനമുപേക്ഷിച്ച് പിന്നീട് കൂലിപ്പണിക്ക് പോയ ഒരു പാവം പയ്യൻ്റെ കഥ. ആ പയ്യൻ പിന്നീട് 31ാമത്തെ വയസ്സിൽ IPS നേടിയെടുക്കുന്നു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, ശബരിമല ശുചീകരണത്തിനുള്ള പുണ്യം പൂങ്കാവനം എന്നിവയിലൂടെ പിന്നീട് വിജയ വഴി വെട്ടി. എന്തിനേറെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രശംസയ്ക്ക് പോലും അദ്ദേഹം അർഹനായി. തോറ്റവനെന്ന് പറഞ്ഞവരെയും തോൽപ്പിക്കാനായി ശ്രമിച്ചവരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടായിരുന്നു P വിജയൻ്റെ വളർച്ച. ഇന്ന് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയൻ കേരളത്തോട് പറയുന്നതും അതുതന്നെ. അർജുനായങ്കിയെ പിടിക്കാൻ പോലീസല്ല കറങ്ങിയത്, പോലീസിനെ പേടിച്ച് അർജുനായങ്കിയാണ് ഓടി ഒളിച്ചത്. പോലീസിനെ പേടിച്ച് പല ദിക്കിലേക്ക് അവൻ ഓടി. പോലീസുകാർ പോലീസിൻ്റെ സ്ട്രാറ്റജിക് അനുസരിച്ചാണ് നീങ്ങുന്നത്. കേരള പോലീസ് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും അടക്കം കൂടിയാണ് ഈ വിജയം. പോലീസിനെ വെല്ലുവിളിക്കുക എന്നാൽ സമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യം. ആ പോസ്റ്റുകൾക്ക് ലൈക്ക് ഇട്ടവർക്കും കമൻറ്റ് ഇട്ടവർക്കും പണി പുറകെയുണ്ട് എന്ന് P വിജയൻ IPS പറയുന്നു. സമൂഹത്തെ വെല്ലുവിളിച്ച് കേരളത്തിൽ ഇനി ഒരു ആയങ്കിമാരും ഉണ്ടാകരുത്. ജാമ്യം ലഭിക്കാത്ത കേസുകളും അർജുനായങ്കിക്കെതിരെയുണ്ട് എന്ന് P വിജയൻ പറയുന്നു. ആയങ്കി മാത്രമല്ല, ഒരു ഗുണ്ടയും ഇനി പോലീസിനെയും സമൂഹത്തെയും വെല്ലുവിളിക്കാൻ കേരളത്തിൽ ധൈര്യപ്പെടില്ല. കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്നവരുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വഴി ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ആയങ്കിയുടെ വെല്ലുവിളി. ഇന്നലെ രാത്രി 10 മണി വരെ 55 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ആയങ്കിയുടെ കൂട്ടാളികളും അല്ലാത്തവരുമുണ്ട്. ഇന്ന് കൂടുതൽ പേർ കസ്റ്റഡിയിലാകും. വടിവാൾ കൊണ്ട് ജന്മദിന കേക്ക് മുറിക്കുന്ന റീൽസ് ഹീറോമാരുടെ ഷോയൊക്കെ ഇതോടെ ഞങ്ങൾ അവസാനിപ്പിക്കും. ചില ഗുണ്ടകളുടെ വരുമാന സ്രോതസ്സിന് പിന്നിൽ സ്പോൺസർമാരുണ്ട്. അതുൾപ്പെടെ പോലീസ് പരിശോധന തുടങ്ങി. ആയങ്കിക്ക് ലഭിച്ച ഹീറോ പരിവേഷം ഒരു താൽക്കാലിക ഷോ മാത്രം. ആയങ്കിയെ വെടിവെക്കാൻ പോലീസ് ഉത്തരവിട്ടിട്ടില്ല. ഈ ആയങ്കിയല്ല, ഒരായങ്കിയും ഇനി ഉണ്ടാവാതിരിക്കാനാണ് പോലീസിൻ്റെ നീക്കം. പോലീസിനെ വെല്ലുവിളിക്കാൻ ഇനി ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ P വിജയൻ ADGP തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇത് ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിൽ അവസാനിച്ചു എന്നിപ്പോഴും മനസ്സിലാവാത്ത ചില അടിമക്കണ്ണുകൾ. ആ ഗുണ്ടകളാണ് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെയും പുതിയ ഭരണ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്നത്. അവർക്ക് കൃത്യമായ ഒരു താക്കീതായി മാറുന്നു അർജുനായങ്കിയുടെ അറസ്റ്റ്. നിയമത്തെ വെല്ലുവിളിക്കുന്നവർ അകത്ത് തന്നെ കിടക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. CPMന് വേണ്ടി ജീവിതം തുലയ്ക്കുന്ന ഗുണ്ടകൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണട്ടെ. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചു പൊടിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ അമരത്തിരുന്ന പിണറായി വിജയൻ ഒട്ടേറെ ഗുണ്ടകളെ വളർത്തി. പിണറായി വിജയൻ്റെ തണലിൽ വൻ വൃക്ഷങ്ങളായി മാറിയ വലിയ ഗുണ്ടകളെ വേണം ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിടാൻ. അർജുനായങ്കി ഈ വിഭാഗത്തിലെ അവസാന കണ്ണിയാവട്ടെ എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു. അർജുനായങ്കി സമൂഹമാധ്യമങ്ങളിലൂടെ നേരത്തെയും നിരവധി രാഷ്ട്രീയ നേതാക്കളെയും സമൂഹത്തെയും വെല്ലുവിളിച്ചിരുന്നു.
കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതിനെ തുടർന്നുണ്ടായ കൂട്ടമരണവും 5 പേരുടെ മരണത്തിനിരയാക്കിയ വലിയൊരു ദുരന്ത വാർത്തയിലാണ് നമ്മൾ അർജുനായങ്കിയുടെ പേര് കേൾക്കുന്നത്. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്തിലും തുടർന്ന് സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളിലും അർജുനായങ്കി നിരന്നു. TP ചന്ദ്രശേഖരൻ വധത്തിൽ കൊടിസുനിയും കൂട്ടാളികളും ജയിലറയ്ക്കുള്ളിൽ നിറഞ്ഞതോടെ അർജുനായങ്കിമാർ പുറത്ത് വിലസി. അർജുനായങ്കിയെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ വെല്ലുവിളികൾ തുടർന്നു. ഇതിനിടയിലാണ് പോലീസിനെ വെല്ലുവിളിക്കുന്ന അർജുനായങ്കിയെ കേരളം കാണുന്നത്. അർജുനായങ്കിയെ വെടിവെക്കാനുള്ള നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്നുണ്ടായി എന്ന് തുടർന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരുപക്ഷെ UPയിലോ മറ്റേതെങ്കിലും വടക്കൻ സംസ്ഥാനങ്ങളിലോ ആയിരുന്നുവെങ്കിൽ അർജുനായങ്കിയെ ഇന്നലെ രാത്രി ഇത്തരത്തിലായിരുന്നില്ല അറസ്റ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ മേലാപ്പ് പുതച്ച് ഇത്തരം ഗുണ്ടകൾ UPയിലും മറ്റ് വടക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വിലസുമ്പോൾ അവരുടെ വീടടക്കം ബുൾഡോസർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തുന്ന യോഗ്യയെ നമ്മൾ കാണുന്നു. ഈ കഴിഞ്ഞ ദിവസം ജനൻ TVയിലെ അനിൽ നമ്പ്യാരുടെ ഭാര്യയെ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പച്ചയ്ക്ക് ചീത്ത വിളിച്ചിരുന്നു ഇതേ അർജുനായങ്കി. പാർട്ടി തണലിൽ ഗുണ്ടകൾ വളരുന്നു, മറുവശത്ത് പാർട്ടി ഈ ഗുണ്ടകളെ വളർത്തുന്നു. സിസ്റ്റമാണ് എന്നെ ഇത്തരക്കാരനാക്കിയത് എന്നീ കഴിഞ്ഞ ദിവസം അർജുനായങ്കി പറഞ്ഞിരുന്നു. അതെ, CPM എന്ന സിസ്റ്റം തന്നെയാണ് ഇത്തരം അർജുനായങ്കിമാരെ സൃഷ്ടിച്ചെടുത്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അയാളെ എന്തോ ആക്കി ചിത്രീകരിച്ചു. അയാളുടെ വെല്ലുവിളികൾക്ക് വലിയ ഹീറോ പരിവേഷം ചാർത്തിക്കൊടുത്തു. ഒടുവിൽ ഇതാണ് പോലീസ് എന്ന് കേരളത്തിലെ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്ന കാഴ്ച. അർജുനായങ്കിയെ പിന്തുണച്ച് പോസ്റ്റിട്ടവരും ലൈക്കിട്ടവരുമൊക്കെ കൂട്ടത്തോടെ പോലീസ് വലയിലേക്ക് വീഴുമ്പോൾ ഇത് കൃത്യമായ മുന്നറിയിപ്പ് തന്നെ. ഗുണ്ടകളെ ഇനിയും സംരക്ഷിച്ചാൽ CPM പാർട്ടിയെ ജനങ്ങൾ കാർക്കിച്ചു തുപ്പുമെന്ന് പാർട്ടി ഭയന്നു. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിവിൽ പാർക്കാൻ ചെന്ന അർജുനായങ്കി അവിടെ കയറ്റാൻ പാർട്ടി ഭയപ്പെട്ടത്. പാർട്ടിയുടെ ചാവേറുകൾ അതുകൊണ്ട് തന്നെ അർജുനായങ്കിയെ മുടക്കോഴി മലയിലെത്തിച്ചില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ പ്രതിരോധ സംരക്ഷണ കവചമൊരുക്കി അർജുനായങ്കിയെ അവർ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല. പാർട്ടിയുടെ തണൽ തന്നെയാണ് തൻ്റെ സംരക്ഷണ കവചമെന്ന് അർജുനായങ്കി തെറ്റിദ്ധരിച്ചു. കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നിറങ്ങി പിൻവാതിലിലൂടെ ഓടിയ അർജുനായങ്കിയെ വെടിവെച്ചല്ല പോലീസ് വീഴ്ത്തിയത്, പകരം നെഞ്ചുറപ്പുകൊണ്ട്. അപ്പാർട്ട്മെൻറ്റിന് ചുറ്റും പോലീസ് നിർണായകമായ നിലയുറപ്പിച്ചിരുന്നു. ഓടിവരുന്ന അർജുനായങ്കിയെ അവർ പിന്തുടർന്ന് പിടിച്ച് അകത്തിട്ട് പൂട്ടി. പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന് വെല്ലുവിളിച്ച പോലീസ് ഒടുവിൽ തങ്ങളുടെ നെഞ്ചിൻ്റെ കരുത്തുകൊണ്ട് അർജുനായങ്കിയെ കുടുക്കുന്ന കാഴ്ച. ചങ്കുറപ്പും തൻ്റെടവുമുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാനിലൂടെ ജനങ്ങളെ കയ്യിലെടുത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി നെഞ്ചുവിരിച്ച് കേരളത്തോട് പറയാം, ഇടതുപക്ഷ ഭരണത്തിൻ്റെ തണലിൽ വളർന്ന അഗുണ്ടയെ ഞങ്ങൾ പൂട്ടി. കേരളം ക്രിമിനലുകളുടെ പർദീസയല്ല, വെല്ലുവിളിച്ചവരുടെ കൈകളിൽ വിലങ്ങ് വീഴുന്നത് നിങ്ങൾ കണ്ടല്ലോ എന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ ഇത് ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകൾ. പോലീസിലെ ചുവപ്പന്മാർ അർജുനായങ്കിയെ രക്ഷിക്കുമെന്നായിരുന്നു പൊതുവെ കരുതിയത്. എന്നാൽ ഇന്നലെ രാത്രി പോലീസ് നടത്തിയ റെയ്ഡ് ആ രഹസ്യ സർജിക്കൽ സ്ട്രൈക്കിൽ ചുവപ്പന്മാരെ മാറ്റി നിർത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. കേരള പോലീസിന് വലിയൊരു ചരിത്രമുണ്ട്. ഞങ്ങളിൽ ഒരുത്തൻ്റെ ദേഹത്ത് മണ്ണ് വീണാൽ അത് കേരള പോലീസിൻ്റെ മുദ്രാവാക്യമാണ്. എന്നാൽ ഇപ്പോൾ അതേ പോലീസിനെ വെല്ലുവിളിച്ച അർജുനായങ്കി ദിവസങ്ങളല്ല മാസങ്ങളോളം പുറത്തു വിലസി. പൗരബോധമുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് അർജുനായങ്കിയെ പോലീസിന് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത്. ഏറ്റവും നിർണായകമായ ആ വിവരം ഒടുവിൽ ആയങ്കിയുടെ അറസ്റ്റിലെത്തുന്ന അതിശക്തമായ കാഴ്ച. അർജുനായങ്കി അറസ്റ്റിലായി എന്ന് മനസ്സിലാക്കിയ ഊന്നുങ്കൽ SHO കണ്ണൂരിലേക്ക് കുതിച്ചു. കോതമംഗലം ഇൻസ്പെക്ടർക്കും ഇത് സമാധാനത്തിൻ്റെ മണിക്കൂറുകൾ. ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ആയങ്കിയെ ഫ്ളാറ്റിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ തൂക്കിയത്. അർജുനായങ്കി ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അപ്പോൾ തന്നെ കണ്ണൂർ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാവാം ആയങ്കിയെന്ന് പോലീസ് ഉറപ്പിച്ചു. അർജുൻ തൻ്റെ ഫ്ളാറ്റിലെത്തിയത് കീഴടങ്ങാനാണ് എന്ന് അഭിഭാഷക പറയുന്നു. അഭിഭാഷകയായ ഡെലീറ്റ ടൈറ്റസ് പറയുന്നത് പക്ഷേ വിശ്വസിക്കാൻ കഴിയില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാധ്യമപ്രവർത്തകരോട് അർജുനായങ്കി പറഞ്ഞത് താൻ കീഴടങ്ങാൻ എത്തിയതല്ല എന്ന്.
തളിപ്പറമ്പിലെ ലോഡ്ജിൽ ദിവസങ്ങളോളം അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞു. അതിന് പാർട്ടിയുടെ സഹായം ലഭിച്ചിരുന്നു എന്ന് വ്യക്തം. പോലീസ് ഒളിത്താവളം മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞതോടെ ഭയപ്പെട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി പയ്യന്നൂരിലേക്ക് ഓടാനുള്ള ശ്രമം. ആ ഓട്ടം ആയങ്കിക്ക് വിനയായി. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ആയങ്കിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ. ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി ജിതിനെ വിളിക്കുന്നു. പയ്യന്നൂരിലെത്തുമ്പോൾ തനിക്കൊരു കാർ വേണം, കണ്ണൂരിൽ അഭിഭാഷകയെ കാണണം. തുടർന്ന് ഓട്ടോ ഡ്രൈവർ അർജുൻ ആയങ്കിയെ തിരിച്ചറിയുകയും ഈ വിവരം പോലീസിന് കൈമാറുകയും ചെയ്തു. ജിതിൻ്റെ നമ്പർ ഒപ്പം ഓട്ടോ ഡ്രൈവർ പോലീസിന് നൽകി. ജിതിനെ നിമിഷങ്ങൾക്കകം തൂക്കിയെടുത്ത പോലീസ് തുടർന്ന് ശക്തമായി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ജിതിൻ്റെ കാറിൽ ആയങ്കി രക്ഷപ്പെട്ട വിവരം പോലീസ് മനസ്സിലാക്കിയത്. തുടർന്ന് നടന്ന പരിശോധനയിൽ ജിതിൻ്റെ കാർ പോലീസ് കണ്ടെത്തി. ഇതിനിടയിൽ CCTV ദൃശ്യങ്ങളുടെ കർശന പരിശോധനയിൽ കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിലെത്തി എന്ന നിർണായക വിവരം. തുടർന്ന് ആഭ്യന്തരമന്ത്രിയും ഉത്തരമേഖല DIGയും ADGP P വിജയനുമൊക്കെ ചേർന്ന ഏറ്റവും ശക്തമായ നീക്കങ്ങൾ. പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞ പോലീസിനെ കണ്ട അർജുൻ ആയങ്കി ഓടി ഒളിക്കാൻ ശ്രമിച്ചു. ആയങ്കിയെ ഓടിച്ചിട്ടാണ് പിടിച്ചത് എന്ന് പോലീസ് പറയുമ്പോൾ അവൻ എത്രമാത്രം ഭയപ്പെട്ടു എന്ന് വ്യക്തം. പോലീസ് പിടികൂടുമ്പോൾ ആയങ്കി മൂത്രമൊഴിക്കുന്ന നിലയിലായിരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. പത്രം വായിച്ചും മുഖത്ത് ധൈര്യം സംഭരിച്ചുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അർജുൻ ആയങ്കിയല്ല യഥാർത്ഥ ആയങ്കി. അർജുനെ ഇതുവരെ സംരക്ഷിച്ചത് CPM ആണെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറയുന്നു. അർജുൻ കണ്ണൂരിലെത്തിയത് ഇന്നലെ ഉച്ചയോടെ. ഒടുവിൽ ഇന്ന് പുലർച്ചെ 2:30 മണിക്ക് പോലീസ് ആയങ്കിയെ തൂക്കിയെടുത്തു. ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് ഇക്കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. പിന്നീട് മണിക്കൂറുകൾ മാത്രം. 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് ആരാണ് എന്ന കൊടും ഗുണ്ടകൾക്ക് മനസ്സിലായി. ഇനി കാപ്പ കേസിൽപ്പെട്ട് പുറം ലോകം കാണാതെ ആയങ്കി ഇരുളലയ്ക്കുള്ളിൽ കിടക്കട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.